അമ്മ പോയിരുന്നു. സന്ധ്യ ആരാ വന്നേ? നേരം ഒന്ന് പോവണം. അമ്മേ ചേച്ചി പോയി വണ്ടിയിലെത്തി പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്ന കരപ്പിള കണ്ടത്. രണ്ട് കയ്യിലും കോഴിമുട്ടായിയാണ്. അമ്മേനെ അമ്മയാണ് ചേച്ചി പ്രവീണിന്റെ ചേച്ചി. ചേച്ചി പ്രവീണ ഒരു വണ്ടി എടുത്തു. അവിടെ എത്തണ്ടേ പോയതാണ്. തിരിച്ചു പോയപ്പോ അവിടെ വന്നിട്ട് കയ്യിലവിടെ ഒഴിവ്. ഇത് ശ്രദ്ധിച്ചോട്ടോ. ഇന്ന് ഊരി പോയി അപ്പൊ കുട്ടികള് വന്നു പോയിട്ടാ. സന്ധ്യച്ചീന്റെ മോളും മരുമോനും കുട്ടി അമ്മയും ചേച്ചി. സന്ധ്യ എന്ന് പറഞ്ഞിട്ടോ ഇന്ന് ആരെങ്കിലും വരും കേട്ടോ. അപ്പൊ ഇതൊരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോലും 28-ാം പിറന്നാളിന് പോയതെന്ന് കേട്ടോ ഏട്ടന്റെ കുട്ടീന്റെ. അപ്പൊ ഇങ്ങോട്ട് വരുന്നു മകള് കുഴപ്പത്തില്ല. അപ്പൊ വന്ന് വണ്ടി ഇവിടെ നിർത്തിയപ്പോഴാണ് ഞങ്ങള് കണ്ടത്. ഞങ്ങളെല്ലാരും ഊർക്കം വലിച്ചുറങ്ങിയത്. ഞാൻ രാവിലെ തന്നെ പറയുന്നത് ഷിജിനോട് ആരോ വരും ഇങ്ങനെ കണ്ടപ്പോൾ എന്നൊന്നും ആരും വരൂല. ആരും വിളിച്ചിട്ടില്ല, ആരും വരില്ല. ആര് വരുന്നെന്ന് പറഞ്ഞു വരി എനിക്ക് ഇവര് വിളിച്ചിട്ടില്ല. ബലി വിളിക്കാതെ ഇന്നലെ ഇപ്പൊ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചായക്ക് കടിയും കൂടി ഇല്ലേ. അപ്പൊ ആ സമയത്ത് ഞാൻ വെറുതെ അടുക്കളയ്ക്ക് പോയപ്പോ ഇവിടെ കാറ് വന്നു. ബാലവാടിയിൽ പണി അടക്കല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുട്ടീനോട് കണ്ടപ്പോ ആരും അന്തകുട്ടി ഇപ്പൊ എന്ത് വരവത്. ഓണത്തിന് വന്നിട്ട് പൊന്നോടി വന്നല്ലേ കുട്ടീനെ കാണാനായി. രാവിലെ വീഡിയോ കോൾ ചെയ്തപ്പോ കുട്ടി ഉറക്കപ്പരാതിലെന്നേ. അപ്പൊ അതിന്റെ മുഖം ശരിക്കും കാണാനോടേ പറ്റിയില്ല. അപ്പൊ കണ്ടപ്പോ ഇപ്പൊ 2 ദിവസം ആയിരുന്നു കുട്ടീനെ വിളിച്ചിട്ട്. ഒരു കുഴപ്പമില്ല. ഫോണ് കേടാറിനപ്പോ വിളിച്ചിട്ടില്ലേ. എന്താണ് അമ്മേ ഞങ്ങളില്ലേ ഒന്ന് ഉച്ചക്ക് ശേഷം അവളിവിടെ വെറുതെ ഇരുന്ന് നാത്തുമാരൊക്കെ വരുമ്പോ രസമല്ലേ തലയിലൊക്കെ പാൻ നോക്കി ഇരിക്കുക. നമ്മളെ പണ്ടത്തെ പരിപാടി നല്ല സന്ധ്യച്ചിന് ആരെ തലയിലും വേണ്ടില്ല. ഇങ്ങനെ നുള്ളിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് സന്ധ്യച്ചി വരണം അല്ലെങ്കിൽ സിന്ധ്യച്ചി വരണം. ഇങ്ങനെ നുള്ളി വലിക്കും. അങ്ങനെ അച്ചമ്മയും ഒക്കെ ഈ ഇങ്ങനെ നുള്ളി വലിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അമ്മക്ക് നുള്ളി വലിക്കും പക്ഷെ കണ്ണു കാണൂല. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അപ്പൂസും മനും എല്ലാവരും കൂടി പറയാം നമ്മള് പാടത്ത് പോയിട്ട് മീനെ പിടിക്കാൻ പോവാ. എന്നിട്ട് ചൂണ്ടരിക്കൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാ കുറച്ചു നേരം കാത്തുനിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി പുറത്തൊരു വായു തട്ടണ ശരിയാണേ. സൂര്യകത്ത് ഇങ്ങനെ മൂടി പിടിച്ചിരിക്കല്ലേ. പിന്നെ നോക്കാം. അതൊക്കെ ആ ചെക്കനത് റെഡി ആയ വല്ലതും നടക്കുവോ? ഇതണ്ടാ ചൂണ്ടലിന്റെ കൊക്ക നമ്മള് പണ്ടൊക്കെ ഇന്നത്തെ കറിക്ക് മീനുമായിട്ട് വരും. അമ്മ ഒന്ന് ഉള്ള മീൻ തിന്നോ? ഇന്ന് മീൻ വാങ്ങിയിട്ട് അത് തൊട്ടതും കൂടിയില്ല. വറ്റിച്ചു വറുത്തു. അതേ ദിവസമാണ്. അല്ലെങ്കിൽ മീൻ മതി മീൻ വെള്ളം മതി എന്നൊക്കെ പറയും. ഇന്ന് ഇത് കൊലത്തിൽ വെച്ചിട്ടും തൊട്ടില്ല കേട്ടോ. അപ്പൊ ആ ഏരാനെ കാണിച്ചെടുത്തോ. വീട് കാണിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബോറായിണ്ടാവും. നിറയെ പുല്ലൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ച് പൊയ്ക്കോളി. പാമ്പുണ്ട്. ഈ കന്നിമാസമായ പാമ്പുകളൊക്കെ ഉണ്ടാവും പറയണേക്കാം. മഴ ഈ ഉച്ചക്ക് ശേഷം അല്ലെങ്കിലും മഴയ്ക്ക് ഒരു ഇതുണ്ട് കേട്ടോ. ഇരുട്ടായി നിൽക്കുന്നുണ്ട്. എല്ലാരും ഉണ്ട്. സന്ധ്യച്ചല്ല കുട്ടികൾ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ കാട്ടപ്പുല്ലില്. അപ്പൊ ജന്തുക്കൾ ഉണ്ടെങ്കിൽ പോകുമ്പോ ഒരു വടി എടുത്തോണ്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പുല്ലിക്കൂടെ. അപ്പൊ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓല നീങ്ങിപ്പോയി. കേറ് കേറ് കേറ്. അപ്പൊ എത്ര കിട്ടേ അപ്പൂസ?
എത്ര കിട്ടി? അവിടെ അതിലെ പോരെ. ഒരു കുളമുണ്ട്, നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. കുളം പകുതി തോന്നുന്നുണ്ട്. അങ്ങനെ ഇതിലെ പോരെ, ഇതിലെങ്ങനെ പോവാ? വാ. അപ്പൂസൊക്കെ നല്ല ശ്രമത്തിലാട്ടോ. നടക്ക്. ചെക്കന്മാരാക്കണായിക്കൂടെ. ചെക്കന്മാർക്ക് ഒരു മീനും കിട്ടാത്തതിന് നിരാശയാണ്. അപ്പൊ എവിടെയാണോ വെള്ളം കാണുക അവിടെയൊക്കെ ചൂണ്ടിറക്കാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോന്ന് വാടക വീടും കഴിഞ്ഞ് പോന്ന് 2 പാടത്തിന്റെ അടുക്കൂടെ റോഡുണ്ട്. ഒരു വീട് കളിക്കുള്ള വഴിയാണ്. ആ മാളത്തിലേക്കുള്ള വഴിയാണ്. അതിന്റെ നേരെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഈ വീടിന്റെ അപ്പുറമാണ് വീട്. അമ്മയും കുട്ടനും മക്കളെ മുകളിലത്തെ വീട്. പോവാ. അവിടെ കുളം ഉണ്ട് കേട്ടോ, കൊരകുളം. ഞാനൊക്കെ കുളിച്ച വെള്ളം. നിങ്ങൾ കുളിച്ചിട്ടില്ല വെള്ളത്തില്? പിന്നെ വാ വാ വാ. നമ്മളങ്ങോട്ടാ പോണേ? ആ കുളത്തേക്ക് പോയി വഴി ഉണ്ട് അതില്. ഇങ്ങോട്ട് പോരടാ, ഇങ്ങോട്ട് പോരെ. തവളെ ഞണ്ടല്ലേ? ഇതുവരെ ഞണ്ട് മീൻ കണ്ടപ്പോ തവളയോ? കിട്ടണേ പോന്നോട്ടെ, കിട്ടിക്കോട്ടെ വെച്ചിട്ടാവും. വാ നോക്കട്ടോ. ഈ കൊണ്ടല്ലോ ഉണ്ടോ? വലിയ മീൻ ഉണ്ടാവും. പണ്ടുണ്ടായിരുന്നില്ലേ? ഇട്ടേന്നു. വെയിലുണ്ടോ? വെളിയിലുണ്ടോ? വലുതുണ്ടോ? അപ്പൂസിട്ട് ആ ചൂണ്ടലൊക്കെ വെച്ച് പോന്നു വട്ടന്മാര്. ആണല്ലേ? പിന്നെന്തിനാണ് വടി വീട്ടിൽ വെച്ച് പോന്നേക്കാ? രണ്ടാളെ എപ്പോ ഒരുങ്ങിയിട്ടുണ്ട് ഇതിന്. എന്നാ ഞാൻ കുളത്തേക്കോ? വരെ കുളത്തേക്ക് കേക്കാം. ഉണ്ടോ? പോന്ന് ഷീജിന്റെ വീടിന്റെ അടുത്ത്. ഞാൻ അപ്പളേ പറഞ്ഞില്ല ഇപ്പൊ വീട്ടിലേക്കാണ് പോക്കുന്നത്. ഇവിടെ കുളമൊക്കെ തൂർത്തുന്നില്ലേ പണ്ടത്തെ പോലെ? ഇവിടെ നിന്നൊക്കെയാണ് ആദ്യം പിടിച്ചേന്നു. കുളിക്കാൻ വന്ന കൊള്ളാമേ. ആദ്യം കുളിക്കാൻ വന്നു, പിന്നെ ഞാൻ കുളിക്കാൻ വന്നു. അവിടെ എത്തി നടന്നു പോലെ. നീ ഷീജിന്റെ വീട്ടിൽ കയറി പോലെ. ചായ കുടിച്ച് റെസ്റ്റ് എടുത്ത് പോകല്ലേ. എന്നാലും ഇവിടെ എത്തിയില്ലേ? ഓ കലത്തില് പോവാൻ ഭയങ്കര കത്തിട്ടല്ലേ? മിക്ക ഷീജൻ വേണ്ടല്ലേ? ഇവിടെ ഇതൊക്കെ വെയിലടച്ചില്ലേ? അപ്പൊ ഇത് നല്ല വഴിയെന്ന്. കുളം കഷ്ടന്മാരുണ്ട്. പോയിക്കോ, നടക്കേ. നിർത്തിയോ? നമ്മള് തേടി പോന്ന സാധനം കിട്ടിയില്ല. ഇവിടെ തൊട്ട് ഈ കാട്ടിലൊരു കോറുണ്ട് കേട്ടോ. അങ്ങോട്ട് പോലിപ്പോ നടക്കൂലേ? ഭയങ്കര കാടുമാണ്. മോളുണ്ട് കേട്ടോ. അത് റബ്ബറല്ലേ? അല്ല, അതിന്റെ മോളിൽ വന്നായിട്ടുണ്ട്. അവിടെ ഒരു കോറിയുണ്ട് അല്ലേ? ആ മോളെ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ആ കോറിയിൽ നിറച്ച് മീനുണ്ട്. പക്ഷെ പോവാന് ബുദ്ധിമുട്ടാണ്. ഒന്നും പറയില്ല. അല്ല, ഇത് ചിലപ്പോ ഉണ്ടോട്ടോ. ഇതൊക്കെ നമ്മള് പണ്ട് പന്ത് വെച്ച സ്ഥലം. മുളം കൂമ്പ് ഉണ്ടാവല്ലേ? ഒരു ദിവസം നമുക്ക് വരല്ലേ? ഭയങ്കര പ്രശ്നമാട്ടോ. നല്ല കാടുകളോ. ഭയങ്കര കാടാണ്. നല്ല നമുക്ക് ഓർമ്മകളുള്ള സ്ഥലമാണ് അവിടെ കേട്ടോ. കുളിച്ച് ചുറ്റുപാടുള്ള സ്ഥലങ്ങളല്ലേ. ഇപ്പാണ് പോണ്ട പറഞ്ഞാണ് അവിടുന്ന്. അത്രയും കാടാണ്. മലമ്പാമ്പ് ഒക്കെ ഉണ്ടാവും. രസമുണ്ടൊക്കെ അവിടെ. അവിടെ അങ്ങനെ സംഭവം ഉണ്ടെന്ന് തന്നെ അറിയാൻ പറ്റൂല കേട്ടോ. അപ്പൊ കോറി ഉണ്ട് തന്നെ ചെക്കന്മാരെ കണ്ടിട്ടാണ്. ചെക്കന്മാര് പോവാറിയാം. ഇതിലേക്ക് പോകുന്നു. നമ്മളെ വീട്ടിലെത്തി. നമ്മളെ വാടക വീട്ടില്. എന്തായി കിട്ടി? ഒന്നും കിട്ടിയില്ലല്ലോ.
മത്തൻ്റെ അമ്മച്ചി തന്നെ. മത്തൻ്റെ ചീനമുളക് തേങ്ങ നോക്കി നമ്മളെ വാടക വീട്ടിലെത്തിക്കാം. തണുപ്പ് വേറെ അല്ലേ ഇവിടുത്തെ? നമ്മളെ സ്വന്തം വീട്. എന്തിനൊക്കെ ഉണ്ടാവും പോണ്ട. എന്തൊക്കെ ഉണ്ടാവും? ആൾപ്പെരുമാറ്റം ഇല്ലാത്തോണ്ടേ നമുക്ക് ഒരു ദിവസം വരണം കേട്ടോ അതിൻ്റെ ഉള്ളിക്ക്. എന്താ ചക്ക കഴിഞ്ഞു? ചക്ക കഴിഞ്ഞു ചക്കൊക്കെ. നമ്മളെ ആ ഭാഗത്തുനിന്നട്ടോ പോയത്. ആ ഭാഗത്തുനിന്ന് കൂടെ അങ്ങനെ പോയി അപ്പുറത്ത് കൂടെ പോയി നമ്മളിപ്പോ ഈ ഭാഗത്തെത്തി. എന്താ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ നടന്നു പോയില്ലല്ലോ. ഇറങ്ങാനും പോയി, നമ്മള് ആ വണ്ടി പോലെ പക്ഷെ നമ്മളെ കാര്യങ്ങൾ നടന്നില്ല. വിചാരിച്ചു പോയത് കിട്ടിയില്ലല്ലോ മോന്. എന്നാലും നമുക്ക് നടക്കാനായിട്ടോ. രസമായില്ലേ? ഓരോ വീട്ടിലും കേറി കേറി താത്താളവിടെ കേറി കേറി ഇവിടെ എത്തി. എത്ര വീട്ടിൽ കേറി പോന്നപ്പോ? കൊറേ വീട്ടിൽ കേറി കൊറേ ആൾക്കാരെ കണ്ടു, വർത്താനം പറഞ്ഞു. എല്ലാരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട്, എല്ലാ വിശേഷം അറിയണ്ട്. അപ്പൊ ഒന്നും കൂടെ പ്രത്യേകിച്ച് എടുത്താ ചോദിക്കല്ലാന്ന്. ഇനിയിപ്പോ നാസറക്കാന്റെ വീട്ടില് പോയിട്ട് മീനെവിടെ? മീനെ കിട്ടിയില്ല. മീനാ കുളത്തിൽ പോയപ്പോഴേ അതിലൊരു വളർത്തണ മീനാണ് പറഞ്ഞത്. ഞങ്ങള് മീൻ പിടിക്കാൻ പോയി. കൊറേ ഞങ്ങള് മീൻ കൊണ്ടുവന്നിട്ട് വിചാരിച്ചിട്ടുണ്ട് അമ്മ. ഒന്നും കിട്ടില്ല അമ്മ. കണ്ടു, ഞണ്ടിനെയും കണ്ടു, മീനും കണ്ടു. തോട്ടിന്റെ അവിടെ നല്ല കാടാണ്, തോട്ടിന്റെ അവിടെ പോകുന്നു. പക്ഷെ ഞങ്ങൾക്ക് സാധനം കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ അമ്മ. അത് ചൂണ്ടലിട്ടാലൊന്നും മീനെ കിട്ടൂല. ഇങ്ങനെ ഇതാക്കി ഒന്നൊരു കോരി എടുക്കണം, അല്ലെങ്കിൽ തേവണം. അവിടെ നിന്ന് ഇപ്പൊ നിക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളൊരു ദിവസം പോകും, അതിന് ഒരുങ്ങി പോണം, അപ്പൊ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങക്ക് അവിടെ വീട്ടിൽ പോകാൻ പറ്റി. വീടിന്റെ അടുത്തുള്ള എല്ലാരും കണ്ടു, അവരൊക്കെ വർത്താനം പറഞ്ഞു. അങ്ങനെ ആയിട്ട് പോന്നു. വീട്ടിലെത്തി. അമ്മ കൊറേ മീൻ കൊണ്ടുവരെന്നൊക്കെ പറഞ്ഞയച്ചതാ. രാത്രിക്ക് കറിയായി വന്ന്. പാടത്തുണ്ട്, നല്ല രസമുണ്ട്, മീൻ രസമുണ്ട്. പാടത്തെ മീനുണ്ടല്ലോ, മത്തൻ്റെ ഇലയില് പൊതിഞ്ഞിട്ടില്ലേ അമ്മ അവരുണ്ടാക്കല്. മത്തൻ്റെ ഇലയിൽ ചുട്ടിട്ട് തിന്നുന്നു. അപ്പൊ മത്തൻ്റെ ഇല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചുട്ടിനൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ മത്തൻ്റെ ഇല കിട്ടിയപ്പോ മീൻ കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രാത്രിക്ക് കറി വേറെ നോക്കാം. മനുവിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവന് കിട്ടിയേ പോരൂന്നായിരുന്നു. പക്ഷെ നമുക്ക് സമയം വൈകി. പിന്നെ അങ്ങനെ പാടത്തിന്റെ വക്കിലൊന്നും ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. എന്താ അങ്ങനെ കാടാണ്, ഭയങ്കര കാടാണ്. കാരണം ഒന്നാമത് അങ്ങനെ ആൾക്കാർ നടക്കാത്ത വഴിയായിട്ടേ അവിടെയുള്ള പണിക്കാർ വല്ലപ്പോഴും നടക്കണതാണ്. അല്ലാതെ ആൾക്കാർക്കൊന്നും ഇപ്പം അങ്ങനെ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. വഴിയൊന്നും ഇല്ല. അപ്പോൾ വടക്കും തലേന്ന് തെക്കും തല വരെ പോയില്ലേ? എന്നാലും എന്താ അറിയോ, നേന്ത്രവാഴ എന്താണ് അങ്ങനെ കുറെ മാണിത്തട്ടുണ്ട്, എണ്ണിത്തണ്ടൊക്കെ ഉണ്ട് പാട്ട്. ചേമ്പ് പന്നി കിട്ടണമൊന്നുമില്ലല്ലേ? ചേമ്പിന്റെ ഞാൻ പറഞ്ഞു കത്തി വെട്ടത്തി കൈ പിടിച്ചാൽ മതിയെന്ന്. അവിടെ ആസിസാക്കാന്റെ പാടത്തുനിന്ന് ഓലക്കൊടി ഉണ്ട് കിടക്കണ, എണ്ണിത്തണ്ട് എടുക്കാം. അപ്പൊ ഒരു കത്തി കൈ കരുതി നമുക്ക് അതെങ്കിലും കിട്ടിയതോ. അപ്പൊ അതൊന്നും കിട്ടാൻ തോന്നിയതുമില്ല. കൈ പിന്നെ അങ്ങനെ പോയി, അതേപോലെ ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു പോക്കുണ്ടായി നടന്നു പോയി. കൊറേ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ഒക്കെ ശേഷം. നാളെ സമയമില്ല, നാളെ നാളെ അയില്യമൊക്കല്ലേ. അപ്പൊ പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. രാവിലെ നീച്ച് പോയി വിടണം, പിന്നെ സദ്യയൊക്കെ എടുക്കട്ടെ. സദ്യ ഉണ്ടാക്കാനും അപ്പൊ നമ്മളെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. സമയം കുറെ ആയിട്ടുണ്ട്. നമുക്ക് മേലെ എഴുതാനും എല്ലാം ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കില് ബാൽക്കുട്ടി ഉണ്ട്. ഭാവി ഇങ്ങോട്ട് വന്നു. എന്താ മടിച്ചിക്കണ? എന്റെ കുട്ടീനെ കാണണേ. എന്റെ കുട്ടി പനിയൊക്കെ മാറിയതാണ്. ആകെ നീളം വെച്ചിട്ടുണ്ട്. വല്യമ്മേനേക്കാട് നീളം വെച്ചിട്ടുണ്ട്. എന്താ വയർത്തത്? ആണോ? കമ്മല് ഇട്ടിട്ടില്ല, മാലയില്ല, വളയില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളെ വിശേഷം സ്കൂളിലേക്ക് ഒന്നും ഇട്ടിട്ടില്ലേ? അപ്പൊ നമ്മളെ വിശേഷം നിർത്തിയാട്ടാ. നാളെ നടക്കണം. പുതിയ വിശേഷമായിട്ട് കാണാം. ബൈ.